ഈ കഥ കേട്ടിട്ടേ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയാൽ മതി. വളരെ വിഷമമുള്ള കാര്യമാണ്. എനിക്കും കുറച്ച് കാര്യം പറയാനുണ്ട്. എങ്ങനെ സഹിക്കും? പറയൂ സഹോദര, നിങ്ങളുടെ വിഷമം പറയൂ. കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. പറഞ്ഞു. വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ശരിക്കും എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഓഹോ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പേരിട്ടതാണ്? അല്ല, എന്റെ പേര് ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ടൊരു ശ്രമം നടന്നിരുന്നു. അപ്പൊ ഞാന് അതിട്ടിട്ട് അങ്ങനെ വിളിച്ചതാ. പേര് ആരാക്കാൻ നോക്കി അങ്ങനെ? ഓക്കെ, ഞാന് ഒരു 2-3 വർഷം മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും ഞങ്ങള് വീടിന് അടുത്ത് താമസിച്ചിരുന്നേ. പക്ഷെ ഞങ്ങള് പിന്നീട് ഞാൻ അവിടുന്ന് വീടൊക്കെ മാറി ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് കുറച്ചും കൂടി കോണ്ടാക്ട് ഒക്കെ ആയി, സംസാരിക്കാൻ തുടങ്ങി കുറച്ചും കൂടി ഡീപ്പായി. അപ്പൊ കുറച്ച് നീണ്ടു പോയപ്പോഴത്തേക്ക് ഈ കുട്ടിയാണ് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളെ വീട്ടിലൊക്കെ സമ്മതിക്കും ഇങ്ങനെ? അപ്പൊ അവള് പറഞ്ഞു, ഇല്ല, അത് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നേരിട്ട് കണ്ടിട്ട് എന്റെ അടുത്ത് ഫസ്റ്റിലെ എന്നാ ചോദിച്ചത്, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് മറ്റേ ഇപ്പൊ ആരിഫ് സാർ ഇങ്ങനെ കുറെ വിഷയാക്കി പറയുന്നില്ലേ സുന്നത്ത്, ഇത് ചെയ്യുമെന്ന് ചോദിച്ചു. അറ്റം കട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അതിനാണെന്നുണ്ടെങ്കിൽ ഇല്ല, സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ. ആദ്യം ചോദിച്ചത് ഇങ്ങനെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിക്കാന്ന് പറഞ്ഞു. തമാശയാണോ സീരിയസ് ആണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തമാശയൊന്നുമില്ല, കല്യാണം കഴിക്കാൻ, പക്ഷെ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇത് പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല, അങ്ങനത്തെ ഉള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അതിന് ഫോഴ്സ്ഫുള്ളി അപ്പൊ തന്നെ നെഗറ്റീവ് വന്നു തുടങ്ങി എനിക്ക്. അങ്ങനെ ഫോഴ്സ്ഫുള്ളി പിന്നെയും ഇങ്ങനെ എന്താ കുറച്ചു നാളും കൂടെ നീണ്ടു പോയപ്പോ ഫോഴ്സ്ഫുള്ളി ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കും, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വന്നു, വാശിയായി. ഞാൻ പറഞ്ഞില്ല, സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ ഓക്കെ, അല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതിനെ ലവ് ജിഹാദ് വിളിക്കോ? ഈ സംഭവം എനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, എല്ലാരും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ മുസ്ലിം പെൺപിള്ളേരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ കൺവേർഷൻ ആ രീതിയിൽ പോത്തോളം ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോ ഈ ആരിഫ് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് റിയലൈസ് ആയത്, ഇങ്ങനെയാണ് സംഭവങ്ങള്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത്. പിന്നീട് ഈ സംഭവം അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇതിലേക്ക്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. അപ്പോ മാറാൻ ഉദ്ദേശിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇടാൻ വെച്ച പേരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പേര്? അതെ, അന്ന് എന്നോട് പറഞ്ഞ പേരാ. എന്നെ മാറ്റുമ്പോ ഇടുന്ന പേര് ഈ പേരാണ്. എന്താണ് ആ പേര്? നിങ്ങളുടെ വായ കൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞോളാം. ഷംനാദ് സൈനുദ്ദീൻ എന്നാണ്. ഷംനാദ് സൈനുദ്ദീൻ. ഓക്കെ. അവളുടെ പേര് ഷംന എന്നാണ്. അപ്പൊ അവൾ എനിക്ക് വേണ്ടി ഇടാൻ വേണ്ടി വെച്ചിരുന്ന പേരാണ്. ഇപ്പൊ രണ്ടുപേരെ പേര് വന്നു. ഹായ് ഷംന, കേൾക്കുന്നുണ്ടല്ലോ? മോശം. അത് ഞാൻ പിന്നീട് അത് ഭയങ്കര എനിക്ക് ഞാനതൊരു ട്രോമ സ്റ്റേജിലേക്ക് പോയി. കാര്യം ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതുവരെ എനിക്ക് എന്റെ മൈൻഡ് അതുവരെ എനിക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ അല്ലെങ്കിൽ അങ്ങനെ കല്യാണമൊന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോ അതിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോ ഞാൻ കൂടുതലായിട്ട് അടുത്തപ്പോ ഞാൻ കുറെ കൂടിയൊക്കെ സ്നേഹിക്കാൻ തോന്നി. കാര്യം അങ്ങനെ ഒരു മൈൻഡിലേക്ക് ട്രോമയായി മാറി. അത് പിന്നെ ഭയങ്കര പാടുപെട്ടു ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ. പക്ഷെ ഇപ്പൊ ഞാൻ ആരിഫ് സാറിന്റെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോ എനിക്കത് റിയലൈസ് ചെയ്യാൻ, അയ്യോ ഇതൊക്കെയാണല്ലോ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, എനിക്ക് എന്നോട് സ്നേഹമല്ലായിരുന്നല്ലോ എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോ എനിക്ക് കുറച്ചും കൂടി റിയലൈസ് ആയി. കാര്യം പിന്നീട് അതിന് ശേഷം അവരെ വീട്ടിലറിഞ്ഞിട്ട് അവരെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, വീട്ടിലൊക്കെ പ്രശ്നമായി, അച്ഛനും അമ്മയായിട്ട് അവരെ വീട്ടുകാരായിട്ടും പ്രശ്നമായി. അപ്പൊ ഞാൻ നേരെ പോയിട്ട് പറഞ്ഞ്, അത് കുഴപ്പമില്ല, ഞാന് ഇങ്ങനെ സംഭവിച്ചു പോയി, അത് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട. അവര് വീട്ടുകാർ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞു ഞാനുമായിട്ടുള്ള കല്യാണം നടത്തി കഴിഞ്ഞാൽ. അപ്പോ അവര് പറഞ്ഞു, ഞാൻ അവരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് സംസാരിച്ചു, അയ്യോ അങ്ങനെ നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ അവര് പറയുന്നത് കൺവേർഷൻ മുസ്ലിമിലോട്ട് വരുമെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ലാസ്റ്റ് എന്തോ സൗണ്ട് എന്തോ പ്രശ്നമായല്ലോ. ഹലോ. പറയൂ. ഓക്കെ. അപ്പൊ ഞങ്ങള് വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അറിഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആയി എന്നുള്ള കാര്യം. ഒരു ആക്സിഡന്റ് വന്നപ്പോ അതിലൂടെ എനിക്ക് കുറെ കാര്യം മനസ്സിലായി. ഞാനിങ്ങനെ
ഇവക്ക് ഞാൻ ജോലിയൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം, ജോലി ഇല്ലാതിരുന്നത് എന്തൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചിനുണ്ടായിരുന്നു, ഈ കൊച്ചിന്. അപ്പൊ ജോലിയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ പറയുന്നു പറഞ്ഞു ഈ സംഭവം. വീട്ടിൽ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മാറ്റം, എന്തോ ഒരു മാറ്റം, അതുവരെ കാണാത്ത ഒരാള്. അപ്പൊ ഞാൻ ഇതെന്ത് പറ്റി, പെട്ടെന്ന് എന്നോട് ചോദിക്കുന്നത്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. എന്തോ ഇയാൾക്ക് പ്രായമാണോ ഇതാണോ അതോ ഞാൻ പറയാം അത് കുറച്ചും കൂടെ കഴിയട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. വീട്ടിൽ പറയാൻ പറഞ്ഞപ്പോ അവരെ വീട്ടുകാർക്ക് ഡൗട്ട് തോന്നി, ആരുമായിട്ടോ പ്രേമോ എന്തോ ലവ് ഉണ്ടോ എങ്ങനെ ഡൗട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ പറ. അപ്പൊ അതിനുശേഷം ഒരു സ്വഭാവത്തിനൊരു വ്യത്യാസം വന്നു തുടങ്ങി. അങ്ങനെ ഞാന് കുറച്ചും കൂടി എനിക്ക് മനസ്സിലായി ഇതെന്തോ ഇത് സ്നേഹമൊന്നും അല്ല എന്നുള്ളൊരു മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താ കാര്യം എന്നുള്ളത്. ഈ കൺവേർഷൻ ആണ് അവര്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവള് കുറച്ചും കൂടി സ്പിരിച്വൽ അല്ലെ, ഈ മതത്തിൽ കുറെയൊക്കെ ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരാളും അതിന്റെ കുറെ മറ്റേ ഇതൊക്കെ ഉണ്ട്, നിസ്കാരം, ഓതല്, ഇങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ അതിനുശേഷം ഒരു ആക്സിഡന്റ് നടന്നു. ഞങ്ങള് ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവളവിടെ ഡെയിലി രാവിലെ പോയി തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വിളിക്കുമ്പോൾ മാത്രം പോയി വർക്ക് ചെയ്യുന്നു. ഡിഷിന്റെയും CCTV അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം തിരിച്ചു വന്ന വഴിക്ക് ഞാൻ ഇവളോട് സംസാരിക്കുന്നത്, ഇവ എന്തോ ഒരു വഴക്കായിരുന്നു, എന്തോ വഴക്കായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവള് വണ്ടി സ്പീഡ് വിട്ടു. ഞാൻ പുറകെ വന്നപ്പോ വണ്ടി ആക്സിഡന്റ് ആയി ആൾക്കാർ ഓടി വന്നു. അപ്പൊ ഞാൻ ഇവളുടെ പുറകെ വരുന്ന കണ്ട ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നീ പെണ്ണിനെ ശല്യം ചെയ്യാൻ വന്നില്ലേ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയാവുന്ന കൊച്ചാ ചോദിക്കെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ പറയാ ഇവൾക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പുറകെ നിന്നു. ഇങ്ങനെ അയ്യോ, അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അയ്യോ ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്നെ അറിഞ്ഞുകൂടാ ഇങ്ങനെ പുറകേന്ന് വന്ന് വീണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി. കാര്യം അവരിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്തോ അവൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഡൗട്ട്, ഇതെന്താ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം എനിക്ക് തിരിഞ്ഞ്. അപ്പൊ 2-3 ചേട്ടന്മാരും അവിടെ നിന്ന് യോങ് ആയിട്ടുള്ളൂ, മറ്റവരെല്ലാം കുറച്ച് പ്രായമുള്ള ആൾക്കാരെ. ചുരുക്കി പറഞ്ഞ ഒരു ജിഹാദി താത്ത നിങ്ങളെ തേച്ചു ഒട്ടിച്ചു. അയ്യോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തില്ല. കാര്യം ആരിഫ് ഈ സാറിന്റെ വീഡിയോയില് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുമ്പോ അതില് ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഈ സംഭവത്തിന് ശേഷം ഞാൻ അവരെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞത് മതം മാറുവാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാം എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. കാര്യം എനിക്ക് കാറ്, വീട്, ഭയങ്കരമായ ഞാൻ അവിടുത്തെ രാജാവിനെ പോലെ അവര് എന്നെ വാഴ്ത്തുന്നുള്ള രീതിയിലാ ഇവളും അവർ വീട്ടുകാരും പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ കൺവേർഷന്റെ കാര്യത്തിൽ ഞാനില്ല, സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴ് അവരിത്ത പറഞ്ഞു നിനക്ക് ശരിക്കും അവളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നീ മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് എന്തായാലും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നീട് അവള് പറഞ്ഞു മാറണ്ട, നീ കുഴപ്പമില്ല എന്നൊക്കെ പേരിന് വേണ്ടി പറഞ്ഞു. പിന്നെ അതിനുശേഷവും ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ എന്താ എന്നെ മാറ്റണം എന്നുള്ള ഒരു മൈൻഡ് തന്നെ എങ്ങനെയാണെങ്കിലും. അങ്ങനെ കുറച്ചു നാൾ നീണ്ടുപോയി. കുറെ സംഭവം അതിനിടയ്ക്ക് നടന്ന് ഞാൻ ഗൾഫിൽ പോയി ഇത് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങിയ ശേഷം ഇവര് വീട്ടിലൊരു ഇൻസൈഡ് ചർച്ച ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നമ്മളുടെ അടുത്ത് പെരുമാറുന്നത് ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട് അല്ലാതെ പെരുമാറും, പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു ഇന്നർ സർക്കിൾ, ഒരു എന്താ കോൺവെർസേഷൻ ആയ ഒരു പ്ലാനിങ് ഒക്കെ എപ്പോഴും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ഫീൽ ചെയ്ത് സംഭവം എന്തോ ഒരു ഇൻസൈഡിലുണ്ട്. അത് പക്ഷെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ആരിഫ് സാറിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇവര് നമ്മൾ പുറത്ത് കാണിക്കുന്ന സ്നേഹവും പറച്ചിലും ഒന്നുമല്ല, ഇവരുടെ ഉള്ളില് അല്ലെങ്കിൽ ഇവരുടെ ഇന്നറായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഇതിന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പിന്നെ എല്ലാ വീഡിയോസും ഞാൻ കാണും. അപ്പൊ ഇതിൽ കുറെ വീഡിയോസിൽ ഞാനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ, ഒരു പയ്യനെ ആരൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവസാനം പെട്ടെന്ന് വന്ന് ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞിട്ട്, കാര്യം ഞാൻ മാറത്തില്ല ഇനി പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കരഞ്ഞെടുത്ത് ഭയങ്കര എനിക്ക് നിങ്ങളുടെ വോയിസ് വീണ്ടും പ്രശ്നമായല്ലോ. നിങ്ങൾ ഹെഡ്സെറ്റിലാണോ സംസാരിക്കുന്നത്? ഞാൻ ഹെഡ്സെറ്റിലല്ല, ഞാൻ മൈക്കിലാണ് സംസാരിക്കുന്നത്. എന്റെ ഒരു സ്പീക്കറുണ്ട്, സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടാണ്. എന്നാ അതൊന്ന് മാറ്റുമോ, നേരെ ഫോണിൽ കൂടെ ഒന്ന് സംസാരിക്കും. ഈ കഥ കേട്ടിട്ടേ പോയേ പറ്റുള്ളൂ, അങ്ങനെ പോയാൽ മതി. വളരെ വിഷമമുള്ള കാര്യമാണ്. എനിക്കും കുറച്ച് കാര്യം പറയാനുണ്ട്. എങ്ങനെ സഹിക്കും? പറയൂ സഹോദര, നിങ്ങളുടെ വിഷമം പറയൂ. കേൾക്കാം, നന്നായിട്ട് കേൾക്കാം.
പറഞ്ഞു. ഓക്കെ. ഞാൻ രണ്ടൂന്ന് വട്ടം ഞാൻ എന്റെ നമ്പറിൽ നിന്ന് തന്നെ എന്റെ പേരിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോണ് കിട്ടാതിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചത് ഉം. മുസ്ലിം പേരിട്ട ഇതായിരിക്കും എടുക്കുമായിരിക്കും എന്നുള്ളൊരു ധാരണയില് ഞാൻ പിന്നെ ഈ പേര് ആലോചിച്ചിട്ട് ഇത് തന്നെ ഇട്ടത്. ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. പക്ഷെ നിങ്ങൾ ഈ കഥനകഥ കേട്ടപ്പോ അയ്യോ ആ എന്റെ വിഷമത്തിന് മുന്നിൽ എന്റെ ദേഷ്യം ഒന്നുമല്ലാതെയായി. അതെ കാര്യം അതെ. ഞാൻ സ്നേഹിച്ചു ശരിക്കും. ഞാൻ ആ കുട്ടിയെ സ്നേഹിച്ച്, പക്ഷെ എനിക്ക് കിട്ടിയത്, എനിക്ക് പലപ്പോഴും എന്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട് ഇത് ശരിയല്ല. പക്ഷെ എനിക്ക് ഒരു കാരണമില്ല എന്തുകൊണ്ടായിരിക്കും. കാര്യം ഞാൻ അവൾക്ക് എല്ലാം കറക്റ്റായിട്ട് എല്ലാം അവൾക്ക് ജോലി ഇല്ലായിരുന്നു, ജോലി കിട്ടാൻ ഭയങ്കര പാട്, പോകുന്നിടത്തെല്ലാം ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഇത്, അല്ലെങ്കിൽ ആൾക്കാർ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്ത് ജോലിക്കൊക്കെ കയറ്റി, ഉം. സാലറി ഒക്കെ കിട്ടി. ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു. ഡ്രസ്സ് മേടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സൊന്നും വേണ്ട, ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ചോദിച്ചു. ഉം. പോയിട്ട് ഞാൻ അന്ന് ഈ മറ്റേ എന്താ എന്റെ പേര്, ഗാന്ധി ഭവനിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ അയച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഗാന്ധി ഫസ്റ്റ് ഇതല്ലേ. ഭവനിലേക്ക് ഹലോ, ഗാന്ധി ഭവനിലേക്ക് ഗാന്ധി ഭവനിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറൊക്കെ ഉണ്ട്. ഓണപരിപാടിക്ക് ഞങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഗാന്ധി ഭവനിലേക്ക് നിന്റെ ഫസ്റ്റ് ഇതല്ലേ അയച്ചു കൊടുക്കും, ഒരു നിനക്ക് ഇഷ്ടമുള്ള എമൗണ്ട്. ഞാൻ ഒരു എന്റെ കൈ കിട്ടാറ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഉം. അപ്പൊ അവള് പറയുവാ അത് ഇല്ല, അത് ഞാൻ വേറെ ചെയ്യുന്നുണ്ടെന്ന്. ഉം. എന്ന് വെച്ചാൽ അവരുടെ ഇത് പ്രകാരം അവർക്ക് ഉള്ള അവിടെ മാത്രം ചെയ്യത്തുള്ളൂ, അല്ലാതെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ഉം. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതെന്താ ഇങ്ങനൊക്കെ. കാര്യം നമ്മൾ അവിടെ അങ്ങനെ ഒരു ഹിന്ദു ഇത് മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനൊന്നുമില്ല, എല്ലാരും ഒരേപോലെ. അപ്പൊ ഞാൻ അവിടേക്ക് കൊടുക്കുന്നതിന് എന്താ. പക്ഷെ അപ്പോഴാണ് പിന്നീട് ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇവരെ ഇതിൽ പ്രകാരം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഉം. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കൊടുത്തുകൂടാ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരം അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊടുക്കാവൂ എന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് ഇപ്പൊ എനിക്ക് കുറെ വീഡിയോസ് കണ്ടപ്പോൾ സാറിന്റെ ഇതിൽ മനസ്സിലായി. ഉം. ഞാനിതിലൊരു കാര്യം അടിയാണ്. ഇപ്പം ഇപ്പം നിങ്ങൾ ഈ അനുഭവം പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു റിയലൈസേഷൻ ഇപ്പോഴാണ് ഉണ്ടാവുന്നത്, ഒക്കെ ശരി. ഇത് എൻ്റെ ജീവിതത്തിലും കടന്നു പോയിട്ടുള്ളതാണ്. നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഓക്കെ. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അതിൽ ഒരു വിശ്വാസിയായിട്ടുള്ളൊരു ഡ്രൈവറായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എവിടെയാണ് ഫാമിലി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫാമിലി ഒന്നും കൂടെ ഇല്ല, എല്ലാവരും അടിച്ച് പിരിഞ്ഞ് ഇങ്ങനെ വേറെ നിൽക്കുകയാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മതമൊക്കെ ഒരു വിഷയമാക്കുമോ, ഇത് സ്നേഹമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു നിങ്ങൾക്ക് പന്നിയിറച്ചി ഞാൻ തന്നാൽ അത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കഴിച്ചിട്ട് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ആ പന്നിയിറച്ചി, നിങ്ങൾ കഴിക്കുമോ? അപ്പോൾ അയാൾ പറഞ്ഞില്ല. അപ്പോൾ എന്താ ഇഷ്ടം ഉള്ളത് കൊണ്ട് അതെന്താ കഴിക്കാത്തത്? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ പേരിലല്ല മതത്തിലൊരു കാര്യം നിലനിൽക്കുന്നത്, അത് ആ മതം എന്ത് പറഞ്ഞു അത് എന്ത് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രുചിയുള്ള പന്നിയിറച്ചിയാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ അത് കഴിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള ഭർത്താവാണ് ഭാര്യയാണെന്നുണ്ടെങ്കിലും അവിശ്വാസിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ് ഇസ്ലാമിൽ. ഇതാണ് മനസ്സിലായി. അപ്പോൾ അവിടെ ആ സംഗതി അവരുടെ തലയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ പിന്നെ ആ ബന്ധത്തിൽ നിൽക്കില്ല, അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് പറയുന്നത് സ്നേഹിക്കണം എന്നല്ലേ പറയണേ, നമ്മളോട് പറയണത് കലിമയിലാണെന്നാ. ഞാൻ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കലിമയുടെ ആവശ്യമില്ല, നമുക്കല്ലെങ്കിൽ സ്നേഹമുണ്ട്, സ്നേഹം ഒരിറ്റ് പോലും കുറഞ്ഞിട്ടില്ല. പക്ഷെ കലിമ വേണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മതത്തെയാണ് സ്നേഹത്തിന് മുകളിൽ വെക്കുന്നത്, ഞാൻ മതത്തെ രണ്ടാമതാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഒരേപോലെ മതത്തിനെ താഴെ വെക്കാൻ നിങ്ങൾ പഠിക്കും. മതം നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായിട്ട് മാറണമെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ പറഞ്ഞു ശരി, എന്നാൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം, ഇതാണ് ഉണ്ടായത്. മനസ്സിലായി. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ കോള് ഞാനിവിടെ ഒന്ന് എൻഡ് ചെയ്യാണ്, കാരണം വീണ്ടും സൗണ്ടിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്, അത് അവിടുത്തെ എന്തോ ഇഷ്യൂ ആണ്. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ. മതം എന്ന് പറയുന്ന സംഗതി അതൊരു പ്രശ്നമായിട്ട് മാറുന്നു. അത് ഇതേപോലെ ആളുകളെ അവരുടെ ജീവിതത്തിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരുമ്പോൾ നമുക്ക് ആ തിരിച്ചറിവുണ്ടാവുന്ന വ്യക്തികൾ അതിൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് വല്ലാതെ വിഷമമൊക്കെ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും, മുറിവുണ്ടാക്കും, ഒക്കെ ശരിയാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ, ഞാനത് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ, അതിപ്പോൾ നമ്മൾ സുഹൃത്ത് സംസാരിച്ച ആ
കാര്യം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ഇതാണ് വിഷയം വരുന്നത്. മതം അവിടെ ഒരു ഘടകമായിട്ട് വരികയാണ്. പ്രണയം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. ഇതേ സാധനം തന്നെയാണ് നമ്മളെ നാട്ടിൽ. ഈ പറഞ്ഞ കാര്യം നന്നായെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്, നമ്മളെ നാട്ടിലെ ആളുകൾ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് വലിയ സംഭവം നടക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളൂ, ഇത് ലവ് ജിഹാദ് അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺവേർഷൻ ജിഹാദാണെന്നാണ് ഞാൻ പറയുക. മതത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് സ്നേഹത്തെക്കാൾ ഉപരി അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു തടസ്സം മതമായിട്ട് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് അവിടെ. അത് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. ഹാദിയ, നമ്മൾ അഖിലയായാലും മറ്റുള്ള മെറിൻ, അങ്ങനെ പല ആളുകളും പോയിട്ടുണ്ടല്ലോ. ഇവരൊക്കെ തന്നെ ഈ പ്രണയമൊന്നുമല്ല, ഇവരെല്ലാം പോയിരിക്കുന്നത് ഈ വിശ്വാസം തലയ്ക്ക് പിടിച്ചിട്ടാണ്. അതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ അതിപ്പോൾ വിശ്വാസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഇനി ജിഹാദിന് പോകുമ്പോഴാണെങ്കിലും ശരി, മീൻസ് യുദ്ധത്തിന് പോകുമ്പോഴാണെങ്കിലും ശരി, കല്യാണം കഴിക്കാൻ പോകുകയാണെങ്കിലും ശരി, ഈ മതം അവിടെ ഒരു ഘടകമായിട്ട് വരുന്നു എന്നിടത്താണ് ഇത് രണ്ടും ഒന്നാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതും. എന്നിട്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞു തുടങ്ങി അത് കേരള സ്റ്റോറിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ തിരിച്ചറിയുക. ഒരു പ്രണയത്തിൽ നിങ്ങളൊരു ബന്ധം ഒക്കെ കണ്ടെത്താൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ മതം ഘടകമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓടി ഒളിക്കുക. അത്രേ നമുക്ക് പറഞ്ഞു. ഓടി രക്ഷപ്പെടുക. ഇതാണ് എനിക്ക് പറയുക. ഇദ്ദേഹം ഏതായാലും രക്ഷപ്പെട്ടു. എന്തായാലും ഷംന വളരെ മോശമായിപ്പോയി. അയ്യേ, മോശം എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.